പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രത്യേകമായൊരു മുഖവരിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നലെ രാത്രി 10:45 മണിയോടുകൂടി പാർട്ടിയുടെ സമാരാധ്യയായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷയും കോർ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ സ്ഫോടനം നടത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പഹൽഗാമിൽ തീവ്രവാദികൾ കൊല ചെയ്ത ശ്രീ രാമചന്ദ്രേട്ടന്റെ മൃതദേഹം സംസ്കരിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചങ്കിലും നീറ്റിലാക്കിക്കൊണ്ട് കേരളത്തിന്റെ പൊതുമനസ്സാക്ഷി ഒന്നാകെ എറണാകുളത്ത് കൊച്ചി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കേരളം കണ്ടു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ തീവ്രവാദത്തിനെതിരെ, ഇത്തരത്തിലുള്ള കൊള്ളക്കും കൊലിക്കുമെതിരെ കേരളത്തിന്റെ മനസ്സൊന്നായി രാമചന്ദ്രന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അവിടെ മുൻനിരയിൽ തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. രാമചന്ദ്രന്റെ ഭാര്യയെ, മകളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്നലെ മുഴുവൻ ആ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം രാത്രി വീട്ടിലെത്തിയ ശോഭാ സുരേന്ദ്രൻ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതിനിടയിലാണ് ഉഗ്രമായ സ്ഫോടനം അവരുടെ വീടിന് മുൻവശത്തുണ്ടായത്. ഞങ്ങള് അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതന്വേഷിക്കേണ്ട പോലീസുകാര് ഇപ്പൊ ഞങ്ങൾക്ക് ചുറ്റും തൊപ്പിയില്ലാത്തിയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് ഈ പ്രകടനം ഉദ്ഘാടനത്തോടുകൂടി ഇവിടെ സമാപിപ്പിക്കാൻ തീരുമാനിച്ചു വന്നവരാ. അതല്ല ഞങ്ങളുടെ തീരുമാനം മറ്റൊന്നാണെങ്കിൽ നിങ്ങൾ ആ ലാത്തിയും ബെൽറ്റും മുറുക്കി അവിടെ നിൽക്കുകയുള്ളൂ. ഞങ്ങൾ തീരുമാനിച്ചത് നടത്താൻ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ശോഭാ സുരേന്ദ്രനെ ഒരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ശോഭാ സുരേന്ദ്രനെ അറിയാത്തവരല്ല കേരളത്തിന്റെ പൊതുബോധത്തിലുള്ളവർ. ഈ നാട്ടിൽ അരപ്പട്ടിണിയിൽ നിന്ന് ഒരൊറ്റ സാരിയുള്ളത് അലക്കി ഉടുത്ത് വീണ്ടും അത് തേച്ചു മിനുക്കി CPM-ന്റെ കാട്ടാളക്കോട്ടകളിൽ ബെഞ്ച് വിരിച്ചു നിന്ന് പോരാടി CPM-ഉം തീവ്രവാദികളും ഉയർത്തിയ വെല്ലുവിളികളെ ചങ്കുറപ്പോടെ നേരിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഹൃദയത്തിലിടം പിടിച്ച ശോഭാ സുരേന്ദ്രൻ തീവ്രവാദത്തിന് നേരെ സന്ധിയില്ലാത്ത പോരാട്ടം എല്ലാ കാലത്തും നടത്തിയിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ ചൊറിയാൻ വരുന്ന തീവ്രവാദികളായാലും ഗുണ്ടകളായാലും അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഒറ്റയ്ക്കല്ല. അവർ ജീവിക്കുന്നത് സംഘപരിവാറിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ്. ആ കോട്ട പൊളിച്ച് അവരുടെ ഒരു രോമം പറിക്കാൻ കരുത്തുള്ള ഒരു തീവ്രവാദിയും കേരളത്തിന്റെ മണ്ണിൽ ജനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഷേധത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ കെ.ടി. ജേക്കബാണ്. കെ.ടി. ചേട്ടനെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ. നാഗേഷ് ചേട്ടനുണ്ട്. നാഗേഷ് ചേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഉല്ലാസ് ബാബു, അതുപോലെ തന്നെ നമ്മുടെ മേഖലാ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രഭാരിയുമായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ബാബു, മറ്റ് ജില്ലാ ഭാരവാഹികൾ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഈ സമര പോരാട്ടത്തിൽ, ഈ പ്രതിഷേധത്തിൽ അറിഞ്ഞിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഒരിക്കൽ കൂടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമരപരിപാടി ആമുഖം സംസാരിക്കുന്നതിന് വേണ്ടി BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീമാൻ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിനെ ക്ഷണിക്കുന്നു. ആദരണീയ ജില്ലാ അധ്യക്ഷ ബഹുമാനായിട്ടുള്ള ശ്രീ ജസ്റ്റിൻ ജേക്കബ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എ. നാഗേഷ് ജി, പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ കെ. ഹരി, ശ്രീ പി കെ ബാബു, പാർട്ടിയുടെ മണ്ഡലം ജില്ലാ മറ്റ് ഭാരവാഹികളെ, ബഹുമാനരായിട്ടുള്ള കൗൺസിലർമാരെ, നിങ്ങൾക്ക് നമസ്കാരം. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ബഹുമാനിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ ഇന്നലെ 10:45 കൂടിയിട്ടാണ് ഒരു സ്ഫോടനം സംഭവിക്കുകയും അത് വലിയ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയും ഉണ്ടായി എന്നുള്ള അറിവ് പാർട്ടിക്ക് ലഭിക്കും. നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് വന്നു. അതിൽ രസകരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയപ്പെടുന്നത്, ഏതോളം പോലീസ് ജീപ്പുകൾ നിരന്നു കിടക്കുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നു പറഞ്ഞു,
ഇതൊരു അസാമാന്യമായ പ്രശ്നമല്ല. അവിടെയും കുറച്ചു നേരത്തെ പൊട്ടി, ഇപ്പൊ അപ്പുറത്തും പൊട്ടുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചു പോകുന്ന പരിപാടിയാണ്. ഈ ഭൂഷൂരൊക്കെ പൊട്ടിച്ചു പോണ പോലെ എന്നാണ് ആ ബഹുമാനായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ബഹുമാനായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥനോട് ചോദിക്കാനുള്ളത്, ശരി, നിങ്ങൾ പറയുന്നു 2 വാര അപ്പുറത്ത് പൊട്ടി, 2 വാര ഇപ്പുറത്തും പൊട്ടി. അപ്പോ ആ പൊട്ടിച്ചവൻ ആരാണ് എന്ന് അറിയേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? വിഷുവിന് പൊട്ടിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞാൽ ഏപ്രിൽ 14 കഴിഞ്ഞ് 25-ാം തീയതി പൊട്ടിക്കാൻ മാത്രം എന്ത് വിഷുവാണ് കേരളത്തിലുള്ളത് എന്ന് ബഹുമാനനായ പോലീസ് ഓഫീസർ അന്വേഷിക്കേണ്ട ബാധ്യതയില്ലേ? പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ബോംബല്ല, വേണ്ട, ഇത് ഗുണ്ടല്ല, വേണ്ട, ഇത് പടക്കമല്ല, വേണ്ട, ഇനിയിപ്പോ ഒരു തോക്കിനുള്ളിൽ വെക്കുന്ന ക്യാപ്പ് പടക്കമാണെങ്കിലും അത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാനുള്ള ചന്തയല്ലല്ലോ ശോഭാ സുരേന്ദ്രന്റെ വീടിന്റെ പടി എന്നുള്ളത് ഈ പോലീസ് ഓഫീസർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. കാരണം അത് പാർട്ടിയുടെ ബാധ്യതയാണ്, പാർട്ടിയുടെ ഉത്തരവാദിത്വവുമാണ്, പാർട്ടിക്ക് അതിൽ കൃത്യമായ ബോധ്യവുമുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. 8 വാര അപ്പുറത്ത് 2 പൊട്ടിയതായിട്ട് ഞാൻ കേൾക്കുന്നു. 8 വാര അപ്പുറത്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒളരി ഭാഗത്ത് പോയിട്ട് ഇപ്പൊ പൊട്ടി 2 എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ പറഞ്ഞു ഇപ്പൊ പൊട്ടി 2. ജയനാരായണനും സംഘവും അങ്ങോട്ട് അത് നോക്കാൻ പോയിട്ടുണ്ട്. ജയനാരായണനും സംഘവും ഇത്ര നേരമായിട്ട് തിരിച്ചു വന്നില്ല. 11:52 ജയനാരായണനും സംഘവും ആ പൊട്ടിയത് നോക്കാനായി പോയത്. ആ ജയനാരായണനും സംഘവും തിരിച്ചു വന്ന ബഹുമാനായിട്ടുള്ള ഉദ്യോഗസ്ഥനോട് എന്താണ് പറഞ്ഞത്? അത് പൊട്ടിയത് എന്താണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? CCTV-യിൽ നിന്ന് കൃത്യമായി നിങ്ങൾ നോക്കിയത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. അത് ഏത് പടക്കമായിക്കോട്ടെ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയപ്പെടുന്ന BJP-യുടെ സമാരാധ്യനായിട്ടുള്ള നേതാവിന്റെ വീടിന്റെ ഉമ്മറത്തത് പൊട്ടിച്ചാൽ, വീടിന്റെ പടിക്കലത് പൊട്ടിച്ചാൽ അതിനർത്ഥമുണ്ടെന്ന് അത് ഞങ്ങൾക്കറിയണം. അത് ഏത് പടക്കമാണെങ്കിലും, ഏത് ബോംബാണെങ്കിലും, ഏത് ആൾ പൊട്ടിച്ചതാണെങ്കിലും അതറിയാനുള്ള അവകാശം പാർട്ടിയുടെ ഭാരവാഹികൾക്കും പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടി അണികൾക്കുമുണ്ട്. അത് പോലീസ് അറിഞ്ഞു തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സേവനവും ആവശ്യമില്ല. അത് ഞങ്ങൾ ആരാണെന്നറിയും. ആ അറിഞ്ഞാൽ അത് ഞങ്ങൾ അവരോട് ചോദിക്കുന്ന സമയത്ത് വെട്ടിയും തൂക്കി വരരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നലെ വൈകിട്ട് 11:30 മണി കഴിഞ്ഞ് പോയവർ ഇന്ന് എത്ര മണിയാ? 12 മണിയാ. ഈ സമയമായിട്ട് ഇവർക്ക് അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. ഇനി അത് ഞാൻ ചോദിച്ചോട്ടെ, ഇന്റൻഷനലി അല്ല ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞതാ, ഞങ്ങൾ അവനുമായി സംസാരിക്കട്ടെ. അവൻ വെറുതെ ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല ചോദിച്ചെങ്കിൽ അതിനെ എങ്ങനെ മാപ്പാക്കണമോ അത് ഉൾക്കൊള്ളണമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. അല്ലാതെ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്കത് മൂടി വെക്കണം. നിങ്ങളുടെ ഉന്നതോദ്യോഗസ്ഥൻ ഇന്ന് ഇവിടെ വന്ന് മറ്റു ചില മീറ്റിങ്ങുകൾ വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ വലിയ വിഷയമാക്കരുത് എന്നുള്ള നിങ്ങളുടെ ദുരുദ്ദേശം അത് ഞങ്ങളിലേക്ക് നിങ്ങൾ കെട്ടിവെക്കാൻ ഇന്നലെ വൈകുന്നേരം ശ്രമിച്ച് അത് സിംപ്ലിഫൈ ചെയ്ത് ആ ഉദ്യോഗസ്ഥൻ മിനിറ്റുകൾക്കുള്ളിൽ അവിടെ നിന്ന് പോയ സമയത്ത് ഞങ്ങൾക്ക് മുമ്പിൽ ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നില്ല എങ്കിൽ നിങ്ങൾ നിർത്തിയിരുന്ന് തുടങ്ങാനുള്ള ഉത്തരവാദിത്തം പാർട്ടി ഭാരവാഹികൾക്കും പാർട്ടി അണികൾക്കും ഈ പാർട്ടിക്കും അറിയാമെന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കാൻ മാത്രം ഞങ്ങൾ ഈ വേദിയെ ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ തൃശൂർ ജില്ലക്കകത്ത് പാർട്ടി പോലീസിന്റെ ഒരു സഹായത്തോടു കൂടി വളർന്നു വന്നതല്ല. നിങ്ങൾ കാണിച്ച പല നാടകങ്ങളും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ നേതാവിന്റെ മുമ്പിൽ, ഞങ്ങളുടെ നേതാവിന്റെ വീടിന്റെ മുൻപിൽ ഇതുപോലെ അക്രമം കാണിച്ചിട്ട് ഇതേപോലെയാണ് നിങ്ങളുടെ പെരുമാറ്റമെങ്കിൽ ആ പെരുമാറ്റത്തെ ചോദ്യം ചെയ്ത് അതിനെ ശക്തമായി പ്രതികരിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ എടുക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിന് അറിയാമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായി ബഹുമാനനായിട്ടുള്ള പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പാർട്ടിയുടെ സഹപ്രവർത്തകർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുടെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ള സാമൂഹിക ദ്രോഹികളുടെ ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രവർത്തകർ ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ പ്രകടനം ഒരുപക്ഷെ ഈ ചുട്ടുകൊള്ളുന്ന വെയിലത്തും BJP-യുടെ പ്രവർത്തകർ ഇവിടെ സംഘടിക്കാനുണ്ടായ സാഹചര്യം എനിക്ക് മുന്നേ സംസാരിച്ച പാർട്ടി നേതാക്കൾ സൂചിപ്പിച്ചു. ശോഭാ സുരേന്ദ്രൻ BJP-യുടെ ആദർശം, BJP-യുടെ ആശയം കേരളത്തിന്റെ മണ്ണിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു നേതാവാണ്. ആ നേതാവിനെ
ടാർഗറ്റ് ചെയ്യുവാനാണ് ചിലർ ശ്രമിക്കുന്നതെങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നലെ മുതൽ ആ വീടിന് മുന്നിൽ തടിച്ചുകൂട്ടിയിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ. പ്രിയപ്പെട്ടവരെ, ഈ സമരം, ഈ പ്രതിഷേധ സമരം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് BJPയുടെ ജില്ലയിലെ നമ്മുടെ മേഖലാ പ്രഭാരി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ്. മാസ്റ്ററെ ഇതിനു വേണ്ടി ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ സമരത്തിന്റെ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ ജേക്കബ്, സ്വാഗതം ആശംസിച്ച അഡ്വക്കേറ്റ് KR ഹരി, ആമുഖ പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, സമാപന പ്രഭാഷണം നടത്തുന്ന ശ്രീ A. നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ബാബു, മറ്റ് നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു അക്രമമാണ് ഇന്നലെ രാത്രി തൃശ്ശൂരിൽ നടന്നത്. തൃശ്ശൂര് ശാന്തമായി ഒഴുകുന്ന ഒരു ഭൂമിയാണ്. തൃശ്ശൂർകാർ ശാന്തശീലരാണ്. ആ ശാന്തശീലരായ തൃശ്ശൂർകാർക്കിടയിൽ ഏകദേശം ഇന്നലെ രാത്രി 11 മണിയോടുകൂടി BJPയുടെ കേരളത്തിലെ ഏറ്റവും സമുന്നതയായ നേതാവ്, തീപ്പൊരി പ്രാസംഗിക, ആലപ്പുഴ പോലുള്ള പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് തൊട്ടടുത്തെത്തിയ നേതാവ്, തീവ്രവാദികളുടെ കണ്ണിലെ കരട്, രാഷ്ട്രീയ എതിരാളികളുടെ കണ്ണിലെ കരട്, അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ എന്നും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ലീഡർ ശോഭാ സുരേന്ദ്രന് നേരെയാണ് ഇന്നലെ വധശ്രമം എന്ന രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുത്ത ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഉല്ലാസ് സൂചിപ്പിച്ചു. ഞാനതിനെ മറ്റൊരു തരത്തിലാക്കാനും കാണുന്നു. 2-3 കാര്യങ്ങൾ ഇതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, പെഹൽഗാമിലെ അക്രമത്തിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിലും അതുപോലെ തന്നെ തീവ്രവാദ മേഖലയിലുമൊക്കെ ഉടലെടുത്തിട്ടുള്ള രാജ്യദ്രോഹ മനോഭാവത്തിന്റെ ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലായാലും ശരി, CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പോസ്റ്റിലായാലും ശരി, മറ്റ് പല മേഖലകളിലും കേരളത്തിൽ ദേശീയ വിരുദ്ധ മനോഭാവത്തിന്റെ അലയൊലി മുഴങ്ങുന്നു എന്നൊരു സൂചനകൾ നമ്മൾ കണ്ടു. കേരളത്തിൽ BJPയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്തതിന് ശേഷം തൃശൂരിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പടയോട്ടം ആരംഭിച്ചിട്ടുള്ളത്. വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത സ്ഥലം തൃശൂരായിരുന്നു. ആ തൃശൂരിൽ നിന്നും അദ്ദേഹം തുടങ്ങിയ പടയോട്ടം ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത വികസിത കേരളത്തിന്റെ ലോഞ്ചിംഗ് നടന്നത് തൃശൂരിലായിരുന്നു. അതിന്റെ അലയൊലി പ്രകടിപ്പിച്ചത് VD സതീശനായിരുന്നു. എന്താ VD സതീശൻ പറഞ്ഞത്? അദ്ദേഹത്തിന് മലയാളം അറിയില്ല, കേരളം അറിയില്ല എന്ന രീതിയിലുള്ള LKG കുട്ടികളുടെ ജൽപ്പനങ്ങളായിരുന്നു VD സതീശൻ നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. ഇന്നാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ തവണ തൃശൂർ ജില്ലയിലെ 4,12,366 വോട്ടർമാർ ദേശീയതയുടെ ചിഹ്നമായ താമരയിൽ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച ചരിത്ര ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് അതിന്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ BJPയുടെ നേതാക്കന്മാരും BJPയുടെ പ്രവർത്തകരും ഈ മണ്ഡലത്തിൽ 1275 ബൂത്തുകളിൽ താമര